ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ കേസിന്റെ അന്വേഷണ അട്ടിമറിയിൽ ADGP MR അജിത് കുമാർ DGPക്ക് വൈകാതെ വിശദീകരണം നൽകും. ഇന്ന് വൈകിട്ടോടെ വിശദീകരണം നൽകാനാണ് സാധ്യത. ഇത് ലഭിച്ചാലുടൻ SIT സമർപ്പിച്ച റിപ്പോർട്ട് DGP ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാവും സമർപ്പിക്കുക. അന്വേഷണ അട്ടിമറിയിൽ അജിത് കുമാറിനെതിരെ കടുത്ത നടപടിയെടുക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. സുനിൽ ഐസക് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. സുനിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സുനിൽ, ഇതിലിപ്പോ ഈ കേസ് അട്ടിമറിയിൽ അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്ന MR അജിത് കുമാറിന് കൃത്യമായ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ടാണ് DGPയുടെ കയ്യിലുള്ളത്. ആ കൃത്യമായ തെളിവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്കിതിൽ കൃത്യമായ ഗുരുതരമായ പിഴവ് പറ്റിയിട്ടുണ്ട് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു വിശദീകരണം തേടിയിട്ടുള്ളത്. അപ്പോൾ എന്ത് വിശദീകരണമായിരിക്കും MR അജിത് കുമാർ DGPക്ക് നൽകാൻ സാധ്യത? ആ വിശദീകരണം എങ്ങനെയാണ് എന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കുമോ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നടപടി ഉണ്ടാകുമോ, അതോ ഒരു ശക്തമായ നടപടി അതെന്തായാലും ഉറപ്പാണ്, എന്ത് മറുപടി ആയാലും അങ്ങനെയാണോ? സൈഫുദ്ദീൻ, ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ ഈ മാസം 31-ന് വിരമിക്കുകയാണ്. സ്വാഭാവികമായും ADGPമാരിൽ ഏറ്റവും സീനിയർ എന്ന നിലയ്ക്ക് DGP റാങ്കിലേക്ക് പരിഗണിക്കപ്പെടേണ്ടത് MR അജിത് കുമാറാണ്. സീനിയോറിറ്റി ലിസ്റ്റിൽ രണ്ടാമൻ നിലവിലെ ജയിൽ DIG ശ്രീജിത്താണ്. ഈ സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് 3 കാരണങ്ങൾ കൊണ്ട് ഒരാളുടെ പ്രമോഷൻ തടയാൻ കഴിയും. അതിലൊന്ന് സസ്പെൻഷൻ ലഭിച്ചാൽ, മറ്റൊന്ന് അച്ചടക്ക നടപടിയുടെ ഉണ്ടായാൽ, മറ്റൊന്ന് ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പെട്ടുകൊണ്ട് കോടതിയിൽ ഏതെങ്കിലും കേസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ. സ്വാഭാവികമായും ഇതിൽ പറഞ്ഞ 2 നടപടികളിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും അജിത് കുമാറിനെതിരെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഒന്നെങ്കിൽ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ അച്ചടക്ക നടപടിയുടെ ഭാഗമായി കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകുകയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെ സ്ഥാനക്കയറ്റം തടയാൻ കഴിയും. ഇതിൽ ആദ്യത്തെ വിഷയത്തിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സസ്പെൻഷനാണ്. സസ്പെൻഷൻ ഉണ്ടായാൽ നമുക്കറിയാം, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്ന് DGP ആയിരുന്ന TP സെൻകുമാറിനെതിരെ സമാനമായ നടപടി അന്ന് സർക്കാർ സ്വീകരിക്കുകയും സെൻകുമാർ സുപ്രീം കോടതിയിൽ പോയി ഈ സസ്പെൻഷൻ ഒഴിവാക്കി DGP റാങ്കിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു തിരിച്ചടി അജിത് കുമാറിൻ്റെ കാര്യത്തിലും ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായും ആഭ്യന്തര വകുപ്പ് തള്ളിക്കളയുന്നില്ല. ആഭ്യന്തര വകുപ്പിൽ ലഭിച്ച നിയമോപദേശം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 2ാമത്തെ കാര്യം, അതായത് അച്ചടക്ക നടപടിയുടെ ഭാഗമായി നോട്ടീസ് നൽകുക, വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിക്കുക. വകുപ്പ് തല അന്വേഷണം അജിത് കുമാറിനെതിരെ പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായും ഈ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് ഈ 31-ാം തീയതി നിതിൻ അഗർവാൾ വിരമിക്കുന്ന ഒഴിവിലേക്ക് DGP ആയി പരിഗണിക്കേണ്ടുന്ന ആ പട്ടികയിൽ നിന്ന്